കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന ഡിവിഷനാണ് കല്ലായി. ഇവിടെ സംവിധായകൻ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യം എത്തിയത്. പിന്നീട് നഗരത്തിൽ ചിരപരിചിതനായ കാലിക്കറ്റ് ചേംബറിന്റെ ഭാരവാഹിയുമൊക്കെ പ്രസിഡന്റായ വിനീഷ് വിദ്യാധരനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെ അപ്രതീക്ഷിതമായിരുന്നോ ഈ സ്ഥാനാർത്ഥിത്വം? തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, പ്രിയപ്പെട്ട അനീഷ് സൂചിപ്പിച്ചതുപോലെ, വിനോദിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഞാനും നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ ഞാൻ നിന്നു. പിന്നെ അതൊരു നിയോഗമായി കാണുന്നു. വളരെ സജീവമായിട്ട് ഇപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ക്യാമ്പയിനിങ് നടത്തുന്നു. എല്ലാവരും വളരെ സുശക്തമാണ് ഞങ്ങളെ ക്യാമ്പയിൻ. കാലിക്കറ്റ് ചേംബറിന്റെ ഒപ്പം എന്താണ് താങ്കളുടെ പ്രൊഫഷൻ? ശരിക്കും ഞാനൊരു ടൗൺ പ്ലാനറാണ്. ബിസിനസ്സും ഉണ്ട് എനിക്ക്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ടൗൺ പ്ലാനിങ്ങിലും എനിക്ക് PG ഉണ്ട്. അപ്പം ബിസിനസ്സും പ്ലാനിങ്ങും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. കൂടെ നിങ്ങൾക്ക് അറിയാലോ, കുറെ കലാപ്രവർത്തനങ്ങളുണ്ട്. അതിന്റെ കൂടെ ചേംബറിന്റെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. അനീഷ് തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഏരിയ. കൂടെ ഇതും ഒരു നിയോഗമായി കാണുന്നു. ഇപ്പോൾ VM വിനുമായിട്ട് എങ്ങനെ അടുത്ത ബന്ധമാണ് താങ്കൾ? അല്ലെ, വളരെ അടുത്ത ബന്ധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വമായ നിർബന്ധപ്രകാരം ഒരു തല കാണിക്കുക ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അടുത്ത ആളാണ്. വിനോദൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. കുടുംബപരമായിട്ട് അദ്ദേഹത്തിന്റെ അനിയനും ഒക്കെ ആയിട്ടും എനിക്ക് അടുത്ത ബന്ധമുണ്ട്. ഇവിടെ പക്ഷേ ചർച്ചയായി വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്നതാണല്ലേ. എങ്ങനെയാണ് താങ്കൾ ആ കാര്യം പരിശോധിച്ചിട്ടാണോ മത്സരങ്ങൾ? അല്ല, തീർച്ചയായിട്ടും ഞാനല്ല. ആക്ച്വലി അതിന്റെ സീരിയസ്നെസ് എനിക്കും അത്ര അറിയില്ലായിരുന്നു. പക്ഷേ എന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചപ്പോൾ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി നേതാക്കളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ എന്നെ വിളിച്ച് എന്റെ വോട്ടിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചേർത്തിയിട്ടുള്ളതാണ്, എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, അത് കോർപ്പറേഷനിൽ വിളിച്ച് നീ അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് എനിക്ക് ഇപ്പം തന്നെ അയച്ചു തരണം. ഞാൻ വർഷങ്ങളായി വളരെ സ്നേഹപൂർവ്വം അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ ഞാനത് എടുത്ത് അദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹം ആ ഒരു പ്രോസസ്സ് നിർത്തിയത്. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് അദ്ദേഹം ഇത്രയും നിർബന്ധപൂർവ്വം ഇത്രയും സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇതിനുവേണ്ടി നിർബന്ധം പിടിച്ചതിന് സീരിയസ്നെസ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാൻ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു, എത്രമാത്രം ഗൗരവകരമാണ് ഈ പ്രശ്നം എന്നുള്ളത്. ആദ്യം എല്ലാവരും വിചാരിക്കും ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവും, അതായത് തെരഞ്ഞെടുപ്പ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പലരുടെയും ധാരണ. അല്ലെ, ഇത് കൈവശമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നമുക്കൊക്കെ ഒരു പാടാണ്, നമ്മളെല്ലാവർക്കും. കാരണം നമ്മളിതൊക്കെ തിരക്കിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നുള്ള മറ്റുള്ളവർക്ക് കൂടിയുള്ള എല്ലാവർക്കും ഉള്ള ഒരു പാഠമായിട്ടാണ് ഞാൻ കാണുന്നത്. മേ ബി ഒരു ഇന്ത്യയിൽ മുഴുവൻ തന്നെ ഈ ഒരു കാര്യം നമുക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം പലർക്കും ഇത് അറിയില്ല. ഞാൻ ഉൾപ്പെടെ ഇതിൽ അത്ര വലിയൊരു സീരിയസ്നെസ് ഉള്ള ആളായിരുന്നില്ല. കാരണം നമ്മൾ വോട്ട് ചെയ്ത് പോരുന്നു, ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടാവും എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് നോക്കണം, പേരില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യണം, ആ പേര് ചേർത്തണം, അതിന്റെ നിയമപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പേര് ചേർത്തണം എന്നുള്ളതൊക്കെ നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. അത് നമ്മളെല്ലാവരെയും ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും രണ്ട് കലാകാരന്മാരാണ് ഇവിടെ പരസ്പരം മത്സരിക്കുന്നത്. താങ്കൾ പാട്ടൊക്കെ പാടുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഡിവിഷനും ഒരു കാൽപ്പനികമായ ഡിവിഷനാണല്ലേ, കല്ലായിപ്പുഴ. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഒരുപാട് കവികളും പാട്ടുകളും ഒക്കെ ഉള്ളതാണ്. അപ്പം കല്ലായിപ്പുഴയിലെ പാട്ട് പോലും അറിയാവോ? തീർച്ചയായിട്ടും. കല്ലായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ബാബുക്ക, MS ബാബുരാജ് റോഡുണ്ട്. ബാബുക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. മറ്റൊരു കാര്യം, കല്ലായി പുഴയോടെ തുടങ്ങുന്ന കാര്യം തന്നെ ജയേട്ടന്റെ പാട്ട് ശ്രീ M ജയചന്ദ്രൻ ചെയ്ത് P ജയചന്ദ്രൻ, അദ്ദേഹം എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പാട്ട് പാടാനൊക്കെ എനിക്ക് ഒരുപാട് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പാടിയ പാട്ടാണ് എനിക്ക് കല്ലായെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഓർമ്മ വരിക. നമുക്കറിയാം കല്ലായി കടവത്ത് നിന്ന് തുടങ്ങുന്ന പാട്ട്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല, മധുമാസരാവിൽ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. എന്തായാലും പാട്ടുപാടി ജയിക്കാൻ തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ട് കലാകാരന്മാർ പോരാടുന്ന ഗ്ലാമർ പോരാട്ടം നടക്കുന്ന കല്ലായിലാണ്. അവിടെ പാട്ടുപാടി വിജയിച്ചു പോകാം എന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥി വിനീഷ് വിദ്യാധരന്റെ പ്രതീക്ഷ.